That was so soothing and amazing performance. Am I right, Hasba? Yeah, absolutely. Congratulations, Jaza Mehreen. What's the next program? Any guesses from audience? Okay, fine. It's fine. Next performance is mono act. Okay, one stage, one performer, and a world full of emotion. Mono can reflect confidence, creativity, and expression. So let's welcome Fatima Ziake from 4th A to the stage. മാന്യ സദസ്സിനു വന്ദനം. ഈ അടുത്ത കാലത്ത് തെരുവ് പട്ടികളുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും പരിക്കു പറ്റുകയും അക്കാരണത്താൽ മരിച്ചു പോവുകയും ചെയ്യുന്ന മനുഷ്യ ജീവിത കഥ. ഇങ്ങനെ ഒരു കഥയാണ് ഞാനിവിടെ എൻ്റെ കൊച്ചു മോണാക്റ്റിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മീനൂട്ടി, മീനൂട്ടി, നീ എവിടെ പോയിരിക്കുക കുട്ടി? ശാന്തേച്ചി, മീനൂട്ടി ഉണ്ടോ ഇവിടെ? നീ പേടിക്കണ്ട എൻ്റെ രേണു, അവളിവിടെ അമ്മൂൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുക. രേണു, നീ കുളിമുറിന്ന് തെന്നി വീണെന്ന് മീനൂട്ടി പറഞ്ഞല്ലോ. കാലിന് ഇപ്പം എങ്ങനുണ്ട്? ഹോസ്പിറ്റലിലൊക്കെ പോയി ശാന്തേച്ചി, നല്ല നീരുണ്ട്, അധികം ദൂരം നടക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. മോളെ മീനൂട്ടി, ഒന്ന് വേഗം വായോട്ടോ. അമ്മേ, ഞാൻ ഇപ്പൊ വരാട്ട്. അമ്മ ചേച്ചി കളിക്കുന്ന കണ്ടപ്പോ ഞാൻ ഓടി വന്നതാ. മീനൂട്ടി, മീനൂട്ടി. അമ്മേ, ദേ അച്ഛൻ വന്നു. അച്ഛൻ ഇന്ന് നേരത്തെയാ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, നീ അമ്മയെ സഹായിച്ചോ മീനൂട്ടി? അടിച്ചു വാരുവാനും പാത്രം കഴുകുവാനും ഒക്കെ സഹായിച്ചു. ഇനി ഞാൻ വലുതാവുമ്പോൾ ഒരു ഡോക്ടറായി എല്ലാവരെയും സഹായിക്കും. മിടുക്കി കുട്ടി, അച്ഛൻ്റെ പൊന്നുമോൾ തന്നെ. ദേവാലേട്ടാ, നാളെ എൻ്റെ മോളെ സ്കൂളിൽ വിടുന്ന ആലോചിച്ച് എനിക്കൊരു പേടിയാവണു. ഈ കാലം വെച്ച് ഞാനെങ്ങനെ എൻ്റെ മോളെ സ്കൂളിൽ വിടുക? നിറച്ച് തെരുവ് പട്ടികളുടെ ആക്രമണ. ഞാനെങ്ങനെയാ നാളെ എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടുക? അതോർത്ത് നീ വിഷമിക്കണ്ട എൻ്റെ രേണു. അവൾക്ക് കൂട്ടിന് അമ്മുക്കുട്ടിയില്ലേ, അവൾ നമ്മുടെ മോളെ നോക്കിക്കോളും. നീ പേടിക്കണ്ടാട്ടോ. അമ്മേ, ദേ അമ്മു ചേച്ചി വന്നു. നമ്മളിപ്പോ വരാമേ സ്കൂളിൽ പോയിട്ട്. മോളെ അമ്മുക്കുട്ടി, സൂക്ഷിച്ചു പോണോട്ടോ. അമ്മു ചേച്ചി, ഇവിടുന്ന് പട്ടികളുടെ കുര കേൾക്കുന്നു. എനിക്ക് പേടിയാവണം അമ്മു ചേച്ചി. നീ പേടിക്കണ്ട മീനൂട്ടി, അമ്മക്കുട്ടിയില്ലേ കൂട്ടിനെ. പട്ടികൾ ഓടി വരുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും വീട്ടിൽ കയറി ഒളിക്കാട്ടോ. മോളെ മീനൂട്ടി, നീ പറഞ്ഞത് ശരിയാ മോളെ. പട്ടികൾ നമ്മുടെ നേരെ ഓടി വരുന്നുണ്ട്. മോളെ ഓടിക്കോ. എന്നെ കടിക്കല്ലേ, എന്നെ കാലിയോ, എന്നെ കടിക്കല്ലേ, എന്നെ കാലിയോ. അയ്യോ, എന്റെ മോളെ കടിച്ചു കയറിയല്ലോ. ആരെങ്കിലും ഒന്ന് എന്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. ഡോക്ടറെ, എന്റെ മോള് ഡോക്ടറെ, അവൾക്ക് ഇഞ്ചക്ഷൻ എടുത്തതല്ലേ, അവൾ നമുക്ക് കിട്ടില്ല ഡോക്ടറെ. നിങ്ങൾ പേടിക്കാതിരി, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. കൂടുതൽ കടിയേറ്റിട്ടുള്ളത് മുഖത്തേക്കാണ്. മോളെ, എന്തെങ്കിലും ഒന്ന് കേൾക്കണ്ട മോളെ. അമ്മതി, മോൾക്ക് ഇഷ്ടപ്പെട്ട പാൽക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. മോൾക്ക് പനിയുള്ളതല്ലേ, എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ട മോളെ. ഇല്ലമ്മ, പാൽക്കഞ്ഞി പോയിട്ട് നേരെ പോലും ഇറക്കാൻ പറ്റുന്നില്ലമ്മേ. ദാഹിച്ചിട്ട് കഴിയണ്ട അമ്മേ. വെള്ളം കാണുമ്പോ എനിക്ക് പേടിയാവുക. ഞാൻ മരിച്ചു പോവും അമ്മേ. അവരൊന്നും പറയരുത്, എന്റെ മോൾക്ക് ഒന്നും പറ്റില്ല കേട്ടോ.
മോളെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നുണ്ട്. മോൾക്ക് നല്ല പനിയും വയ്യായ്കയും കൂടുന്നുണ്ട്. നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കുക. നമ്മുടെ മോൾ നമ്മളെ വിട്ടു പോയി. ഇല്ല, ഞാനിത് സഹിക്കില്ല. 15 വർഷത്തിന് ശേഷം കിട്ടിയ നിധിയാണവർ. നമ്മുടെ ഏക പ്രതീക്ഷ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം തകർന്നല്ലേ. ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലെ വന്നാ ഡോക്ടറെ, നമ്മുടെ മോളെ നമുക്ക് കിട്ടാതിരുന്നത്. പേ പിടിച്ച നായ്ക്കളുടെ കടി തലക്ക് മുകളിലേറ്റാൽ തലച്ചോറിലേക്ക് പെട്ടെന്ന് വൈറസ് ബാധിക്കും. ചിലപ്പോൾ നമ്മളത് ഇഞ്ചക്ഷൻ എടുത്താൽ പോലും നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഒരിറ്റ വെള്ളം കിട്ടാതെയാണ് എൻ്റെ മോൾ സനീയമായി മരിച്ചത്. ഇനി ഒരച്ഛനമ്മമാർക്കും ഈ വിധി ഉണ്ടാവരുത്. മീനുട്ടി. അതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശങ്ങളിലൊന്നാണ്. ഇതിനൊക്കെ ഒരു പരിഹാരമായി അധികാരികൾ കൺതുറന്നേ മതിയാവൂ. അഥവാ നടപടിയെടുത്താൽ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി എത്തുന്ന പ്രിയപ്പെട്ട മൃഗസ്നേഹികളെ, നിങ്ങളോടൊരു ചോദ്യം. നാളെ കുടുംബത്തിന്റെ അത്താണിയായി പ്രതീക്ഷയോട് കൂടി വളരുന്ന